നമ്മൾ നോക്കുന്നത് PYQ ഡിസ്കഷൻ ആണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് നോക്കുന്നത്. എല്ലാവരും എന്നോടൊപ്പം ചോദ്യങ്ങളൊന്ന് ചെയ്യുക. നോക്കിയാൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. ഈസ് ഓപ്ഷനിലുണ്ട്, ആർ ഉണ്ട്, അതുപോലെ വേറുണ്ട്, ഹാവ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നോക്കിയേ, കോൺകോർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന വാക്ക്, പിന്നെ അതേപോലെ നൈം ഓഫ് പ്ലേസസ് സ്ഥലങ്ങളുടെ പേര്, നൈം ഓഫ് ഡിസീസ് അസുഖങ്ങളുടെ പേര്, നൈം ഓഫ് ഗെയിം കായിക വിനോദങ്ങളുടെ പേര്, പിന്നെ അതുപോലെ സ്ഥാപനങ്ങളുടെ പേര്. ഇതൊക്കെ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഉത്തരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ വെർബുകൾ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഏതൊക്കെ പറഞ്ഞു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന വാക്ക്, നൈം ഓഫ് പ്ലേസ്, നൈം ഓഫ് ഡിസീസ്, നൈം ഓഫ് ഗെയിം, അതുപോലെ നൈം ഓഫ് ഫെസ്റ്റിവൽസിന്റെ പേര്, പിന്നെ അതുപോലെ നൈം ഓഫ് ഡിസീസ് അസുഖങ്ങളുടെ പേര് പറഞ്ഞു. പിന്നെ അതുപോലെ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, ദൂരത്തെ സംബന്ധിക്കുന്ന വാക്കുകൾ, ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതുപോലെ നമ്മുടെ ഏതിനെ സൂചിപ്പിക്കുന്നു? എമൗണ്ട് ഓഫ് മണി തുകയെ സംബന്ധിക്കുന്ന വാക്കുകൾ, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന വാക്കുകൾ ഒക്കെ കഴിഞ്ഞാൽ ഉത്തരം ഏത് വരണം? സിംഗുലാർ വെർബുകൾ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏത് വരുന്നു? ഈസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. നോ വൺ സാറ്റ് ത്രൂ ദ ഫങ്ഷൻ. ഡിഡ് ഹി ഓപ്ഷനിലുണ്ട്, ഡിഡിൻ്റെ ദേ ഓപ്ഷനിലുണ്ട്, ഡിഡ് ഷീ ഉണ്ട്, അതുപോലെ ഡിഡ് ദേ ഓപ്ഷനിലുണ്ട്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നോ വണ്ണ് വരുന്ന സെന്റൻസ് ആയതുകൊണ്ട് നോ വണ്ണ് പകരം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എന്തെടുക്കാം? ദേ എടുക്കാം. സാറ്റ് എന്നത് V2 ആയതുകൊണ്ട് അവിടെ വരുന്ന ഓക്സിലറി ഡിഡ് ആണ്. നോ വൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് കൂടിയാണ്. അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് എഴുതണം. പോസിറ്റീവ് ടാഗ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് എടുത്തെഴുതുക, സബ്ജക്റ്റ് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്സിലറി വെർബായിട്ട് നമുക്ക് ഡിഡ് കണ്ടെത്തി, സബ്ജക്റ്റ് ആയിട്ട് ദേ കണ്ടെത്തി. അപ്പൊ നമുക്ക് ഏത് വരുന്നു? ഡിഡ് ദേ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ദേ വരുന്ന വാക്കുകളൊന്ന് പഠിച്ചു വയ്ക്കുക. ദീസ് ഒന്നാമത്തെ വാക്കാണ് ദീസ്, രണ്ടാമത്തത് ദോസ്, മൂന്നാമത്തത് ഫ്യൂ, നാലാമത്തത് എ ഫ്യൂ, അതുപോലെ സംബഡി, someone, anybody, anyone, nobody, no one, none, everybody, everyone, some of them, all of them, many of them, each of them. ഇങ്ങനെയുള്ള വാക്കുകൾ ഏത് വന്നാലും നമുക്ക് എന്തെടുക്കാം? ദേ എടുക്കാം. ഒന്ന് ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം. വാരണാസി ഡാഷ് ഓൺ ദ ബാങ്ക് ഓഫ് ദി ഗംഗ. ഉണ്ടല്ലോ, ഈസ് സ്റ്റാൻഡിങ് ഓപ്ഷനിലുണ്ട്, സ്റ്റാൻഡ്സ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഈസ് സ്റ്റാൻഡ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നോക്കിയേ, ഒന്ന് നമുക്ക് രണ്ട് രീതി ചിന്തിക്കാം. വാരണാസി എന്ന് പറയുന്നത് സിംഗുലാർ ആയതുകൊണ്ട്, സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് തുടർന്ന് വരുന്ന ഉത്തരങ്ങൾ എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അതുകൊണ്ട് സ്റ്റാൻഡ്സ് അവിടെ ഉത്തരമായിട്ട് വന്നു. അപ്പൊ നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കും, ഈസ് സ്റ്റാൻഡിങ് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചിന്തിക്കും, അല്ലേ? അപ്പൊ ഈസ് സിംഗുലാർ ആണല്ലോ. ഇനി നോക്കിയേ, ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് മാറ്റമില്ലാത്ത കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസന്റിൽ പറയണം. മാറ്റമില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും എന്തിൽ പറയണം? സിമ്പിൾ പ്രസന്റില് പറയണം, അല്ലേ? അപ്പൊ നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന സെന്റൻസുകള്, അതുപോലെ പ്രോവർബിനെ സംബന്ധിക്കുന്ന സെന്റൻസുകള്, കോട്സിനെ സംബന്ധിക്കുന്ന സെന്റൻസുകള്, അതുപോലെ സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസുകൾ എപ്പോഴും എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റില് ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഏത് ഉത്തരം വരുന്നു? സ്റ്റാൻഡ്സ് വരുന്നു. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ആയിരിക്കണം എഴുതേണ്ടത്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 എഴുതാം. അടുത്ത ചോദ്യം നോക്കി.
ഷീ ഡാഷ് സിംഗിങ് വെൻ ഐ എൻറ്റേഡ് ദ റൂം. ഷീ ഡാഷ് സിംഗിങ് വെൻ ഐ എൻറ്റേഡ് ദ റൂം. ഈസ് ഉണ്ട്, അതുപോലെ വിൽ ബി ഉണ്ട്. ഈസ് ഉണ്ട്, വിൽ ബി ഉണ്ട്, അതുപോലെ ഡി ഓപ്ഷൻ ഈസ്, ബി ഓപ്ഷൻ വിൽ ബി, ദി സി ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാസ് ബീൻ, ദി ഹാസ് ബീന്. ഇതിൽ വാസ് എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്, വാസ് എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ വാസ്, വാസ് ആണ് ഡി ഓപ്ഷൻ. ഇവിടെ നോക്കി ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമ്മൾ പഠിച്ചതാണ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. സെന്റൻസിന്റെ ഒരു ഭാഗത്ത് എന്തുണ്ടെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വാസ് അല്ല എങ്കിൽ വെയർ, വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ING വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് വരാം, അതായത് V2 വരാം. അതില്ല എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് വരാം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ING വരാം, വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ING വരാം. ഇവിടെ നോക്കി എൻറ്റേഡ് എന്ന് പറഞ്ഞ V2 ആണ്. കണ്ട, ഒരു ഭാഗം V2 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? തിരിച്ചും നമുക്ക് നോക്കാം. മറുഭാഗത്ത് ഏത് വരാം? വാസ് ഓർ വെയർ പ്ലസ് ING. ഏതാ ഉത്തരം? ഇതാ വാസ് ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഡി ഓപ്ഷൻ വാസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതുപോലെ ഒരു കണ്ടീഷനാണ്. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗത്ത് ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ, ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ മറുഭാഗത്ത് വരുന്ന ടെൻസ് ഏതാന്ന് ചോദിച്ചാൽ V2 സിമ്പിൾ പാസ്റ്റ് വരും. ഇവിടെ നമുക്ക് ഹാഡ് പ്ലസ് V3 എന്ന ഓപ്ഷനിൽ ഇല്ല. അടുത്ത ചോദ്യം നോക്കിയേ. ഹി ഹാസ് ഡാഷ് ഫ്രണ്ട്സ് ഇൻ ചെന്നൈ. എ ഫ്യൂ ഉണ്ട്, എ ലിറ്റിൽ ഉണ്ട്, ഫ്യൂ ഉണ്ട്, ലിറ്റിൽ ഉണ്ട്. ഏതാ ഉത്തരം? നമ്മൾ ഫ്യൂവിന്റെ ലിറ്റിലിന്റെ ഉപയോഗം പഠിച്ചതാണ്. ഫ്യൂ എന്ന് പറയുന്ന വാക്ക്, ഫ്യൂ, അതുപോലെ എ ഫ്യൂ, അതുപോലെ ദ ഫ്യൂ, ഈ വാക്കുകൾ കൗണ്ടബിൾ നൗണിനോടൊപ്പം ചേർത്ത് പറയുന്നു. ലിറ്റില്, എ ലിറ്റില്, ലിറ്റില്, എ ലിറ്റില്, ദ ലിറ്റില്, ലിറ്റില്, എ ലിറ്റില്, ദ ലിറ്റില് അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം ചേർത്ത് പറയുന്നു. ഫ്യൂ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥവും, എ ഫ്യൂ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട് എന്നർത്ഥം, കുറച്ചുണ്ട് എന്നർത്ഥവും, ദ ഫ്യൂ ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ആ ഉള്ളത് എന്നർത്ഥത്തിലും കിട്ടുന്നു. കുറച്ചേ ഉള്ളൂ ആ ഉള്ളത് എന്നർത്ഥത്തിലും കിട്ടുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ വെച്ചിട്ട് നോക്കാം. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഫ്യൂ വരാം, അല്ലെങ്കിൽ എ ഫ്യൂ വരാം. എ ഫ്യൂ അല്ലെങ്കിൽ ഫ്യൂ വരാം. ലിറ്റിൽ വരില്ല, കാരണം അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ലിറ്റില് വരുള്ളൂ. ചെന്നൈയിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് വരുന്നത്, ഇല്ലേ? അപ്പൊ നമുക്ക് ഏതാ വരുള്ളൂ? എ ഫ്യൂ വരുള്ളൂ, ഫ്യൂ വരില്ല. അപ്പൊ നമുക്ക് വരുന്നത് എ ഫ്യൂ ആണ് വരുന്നത്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ചെന്നൈയിൽ ഉണ്ടെന്നാണ് ആ ചോദ്യം വരുന്നത്. അപ്പൊ എ ഫ്യൂ വരുന്നു. ഇനി നോക്ക് അടുത്തത്. ഷീ ഫെൽ ഡാഷ് ദ ത്രോൺസ്. ഷീ ഫെൽ ഡാഷ് ദ തോൺസ്. എമങ് ഉണ്ട്, ബിറ്റ്വീൻ ഉണ്ട്, ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്. ഏതാ? എമങ് ചെയ്യുന്നു. രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇടയിൽ എന്നർത്ഥം വരുന്നത് എമങ് ആണ്. എമങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. ഒന്നിനു മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? ഓൺ ഉപയോഗിക്കുന്നു. ഒന്നിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ ഉപയോഗിക്കുന്നു. നമുക്ക് ഏതാ പറയുന്നത്? എമങ്. മുള്ളുകൾക്ക് മുകളിലേക്ക് വീണു, അല്ലെ? മുള്ളുകൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിലേക്ക് വീണു എന്ന് പറയാൻ വേണ്ടിയിട്ട് എമങ് ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കി. ഹീസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ. വിച്ച് ഉണ്ട്, ഹൂം ഉണ്ട്, വാട്ട് ഉണ്ട്, ഹൂ ഉണ്ട്. ഏതാ ഉത്തരമായിരുന്നു വരുന്നത്? റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കഴിഞ്ഞാൽ അതിനോടൊപ്പം വരുന്നത് ദാറ്റ് ആയിരിക്കും. റിലേറ്റീവ് പ്രോനൗൺ ഏതാ? ദാറ്റ് ആയിരിക്കും. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ദാ കഴിഞ്ഞിട്ട് EST അവസാനിക്കുന്നതോ അല്ല എങ്കിൽ ദാ കഴിഞ്ഞിട്ട് മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവ കഴിഞ്ഞിട്ട് വരുന്ന റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് ആയിരിക്കും. ദ ബെസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് ഏത് ഉത്തരം വരുന്നു? ദാറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദാറ്റ് ഓപ്ഷനിൽ ഹീസ് ദ ബെസ്റ്റ് സ്പീക്കർ, ദാറ്റ്, ഒരു ഓപ്ഷൻ ദാറ്റ് നയിക്കണേ. ദാറ്റ് ഒരു ഓപ്ഷൻ ദാറ്റ് ആണ്, വാട്ട് അല്ല. ദാറ്റ് ഈസ് അവൈലബിൾ, ദാറ്റ് ആണ്, ഹൂ അല്ല, ദാറ്റ്. ആ ഒരു ചോദ്യം കളയണ്ട. ദാറ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദാറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. രാഹുല് ഡാഷ് ടു പ്ലേ ഹോക്കി ബിഫോർ മാരേജ്. യൂസ്ഡ് ടു ഉണ്ട്, യൂസ്ഡ് ഉണ്ട്, ഈസ് യൂസ്ഡ് ഉണ്ട്, വാസ് യൂസ്ഡ് ഉണ്ട്. നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് യൂസ്ഡ് ആണ്.
യൂസ്ഡ് ഒരു മോഡൽ ഓക്സിലറി ആണ്. ടു അവിടെ ഉള്ളതുകൊണ്ട് യൂസ്ഡ് ടു അവിടെ മോഡൽ ഓക്സിലറി, കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആണ്. ഈ യൂസ്ഡ് ടുവിന്റെ പ്രത്യേകത ഓർക്കുക, യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. എന്നാൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ കഴിഞ്ഞിട്ടാണ് യൂസ്ഡ് ടു വരുന്നതെങ്കിൽ തുടർന്ന് വരുന്ന വാക്ക് ING ആയിരിക്കും. തുടർന്ന് വരുന്ന എന്തായിരിക്കണം? ING ആയിരിക്കണം. ഇവിടെ ഈസ് യൂസ്ഡ്, വാസ് യൂസ്ഡ് ഉപയോഗിക്കാത്തതിന് കാരണം ING അല്ല വന്നിരിക്കുന്നത്. ഇവിടെ പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. അതുകൊണ്ടാണ് യൂസ്ഡ് മാത്രം എഴുതിയത്. ടു അവിടെ ഉള്ളതുകൊണ്ട് യൂസ്ഡ് മാത്രം എഴുതും. അടുത്ത ചോദ്യം, we would rather die than dash. ഇൻഫിനിറ്റീസ് ബെയർ ഇൻഫിനിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. സറണ്ടർ ഓപ്ഷനിലുണ്ട്, സറണ്ടേർഡ് ഓപ്ഷനിലുണ്ട്, വാസ് സറണ്ടേർഡ് ഉണ്ട്, ഈസ് സറണ്ടേർഡ് ഉണ്ട്. ഏതാ? നമുക്ക് നമ്മൾ പഠിച്ചതാണ്. വുഡ് റാദർ വരുന്ന സെന്റൻസുകളിൽ V1 ഉത്തരം ഒന്ന് പഠിച്ചു. അതുപോലെ ബട്ട്, എക്സെപ്റ്റ്, ബട്ട്, എക്സെപ്റ്റ്, ദാൻ ഈ വാക്കുകൾ കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് V1. അങ്ങനെയാണെങ്കിൽ ഏത് വരുന്നു? സറണ്ടർ എന്ന വാക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം അബൌട്ട് ഹെർ പ്ലാൻസ്. ടെൽസ് ഉണ്ട്, ടെല്ലിംഗ് ഉണ്ട്, ടോൾഡ് ഉണ്ട്, വിൽ ടെൽ ഉണ്ട്. ഏതാ ഉത്തരം? നമ്മൾ പഠിച്ചതാണ്. ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യം. ഏതൊക്കെ പറഞ്ഞു? ലവ്, അതേപോലെ ഹെയ്റ്റ്, അതുപോലെ എന്ത് ചെയ്യുന്നു? ലൈക്ക്, ഡിസ്ലൈക്ക്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, കീപ്പ്, സജസ്റ്റ്, അവോയ്ഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും, ഈ വാക്കുകളുടെ ഏത് രൂപം കഴിഞ്ഞാലും തുടർന്ന് വരുന്നത് ING ആയിരിക്കും. വാക്കുകൾ ഏതൊക്കെയാ? ലവ്, ഹേറ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, കീപ്പ്, സജസ്റ്റ്, അവോയ്ഡ്. ഈ വാക്കുകളുടെ V1 V2 ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് അല്ലെങ്കിൽ വാക്ക് എപ്പോഴും ING ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഏത് ഉത്തരം വരുന്നു? ടെല്ലിംഗ് വരുന്നു. അവോയ്ഡ് കഴിഞ്ഞാൽ ടെല്ലിംഗ്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളാണ് നോക്കിയത്. എല്ലാവരും എന്നോടൊപ്പം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ആ പറയുന്ന ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.